നമസ്കാരം. മണ്ഡല മകരവിളക്ക് സീസൺ ഹോട്ടൽ എന്ന സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ച ജയ്മോൻ മങ്ങാട്ടിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സാധാരണ ഹോട്ടലുകൾ നമുക്കറിയാവുന്നതാണ്. ഒന്നുകിൽ വിറകടുപ്പായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസോ അങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, LPG ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സംഭവം ചെയ്യാറുള്ളത്. പക്ഷേ ജയ്മോൻ്റെ നൂതനമായതിൻ്റെ നിലവിലുള്ളതാണ്, മറ്റ് സ്ഥലങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഒരു സീസൺ ഹോട്ടലിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവത്തിൻ്റെ കുറച്ച് ചിത്രീകരണത്തിൽ ഞങ്ങൾ ഇന്ന് പോവുകയുണ്ടായി, നമ്മുടെ ടീം പോവുകയുണ്ടായി. അപ്പോൾ അവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീം, അതായത് വിറക് ഇട്ട് കത്തിക്കുന്നു. വിറകിട്ട് കത്തിച്ചിട്ട് വലിയൊരു ബാരൽ എന്നൊരു സാധനം വേണം പറയാം, അത്ര വലിപ്പമുള്ള സാധനം. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, അവിടെ നിന്ന് ആവി വഴി ചൂട് പോവുകയാണ്. ഒരേ സമയം തന്നെ 8ഉം 10ഉം ഭക്ഷണ വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അരിയൊക്കെ വേകാൻ 12 മിനിറ്റ് മാത്രം മതി. സാമ്പാറുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും, എല്ലാ ഭക്ഷണ സാധനങ്ങളും, പരിപ്പ്, അതെല്ലാം വേവിക്കുന്നത് ഈ ഒരൊറ്റ സ്റ്റീം വഴിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ വളരെ കൗതുകരമായ കാര്യമാണ്. ഒന്നാമതിൻ്റെ ഒരു പ്രത്യേകത, പുകയില്ല, മറ്റ് പ്രശ്നങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ ടൈറ്റായിട്ടാണ്, അതായത് വേണം നമുക്ക് എയർ ടൈറ്റ് എന്ന് വേണം പറയാം. എന്നാൽ ആ ഒരു രീതിയിലാണ് അവിടുത്തെ ഓരോ ഭക്ഷണ സാധനങ്ങളും വെന്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ലാതെ അവിടെ ഞാൻ കണ്ടൊരു മറ്റൊരു പ്രത്യേകത എന്നെ ആകർഷിച്ചൊരു സംഭവമാണ്. ഒരു സീസൺ ഹോട്ടൽ കേവലം പരിമിതമായ 2 മാസത്തിലേക്ക് ഒരു ഹോട്ടൽ നടത്തുമ്പോൾ അതിന് ഇത്രമാത്രം സംവിധാനം, ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പറഞ്ഞ ജയ്മോൻ പൊടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ സ്റ്റാഫിനെല്ലാം 80 സ്റ്റാഫുണ്ട്. ഈ 80 സ്റ്റാഫിനും എല്ലാവർക്കും യൂണിഫോം, പച്ച ടീഷർട്ട്, കറുത്ത പാൻറ്റ്, ഇതിട്ട് മാത്രമാണ്. പിന്നെ അവരുടെ ഹോട്ടലിൻ്റെ ന്യൂ ആരിഫ എന്നുള്ള ഹോട്ടലിൻ്റെ ഇത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, ഈ ടീഷർട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 24 മണിക്കൂറും ആണ് ഇതിൻ്റെ പ്രവർത്തനം. ഒരു നേരം എല്ലാ മേശകൾക്കും കൃത്യതയുണ്ട്. അടിച്ചു വാരിയിട്ട ഒരു സംവിധാനമില്ല. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അയ്യപ്പ സംഘം വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്ന അതേ സമയം തന്നെ അത് ക്ലീൻ ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ട് തന്നെ ഈച്ചയുടെ ശല്യമില്ല. എരുമേലിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്. നമുക്കെന്നല്ല, എരുമേലിക്കാരല്ലാത്തവർക്ക് അവരോട് പറഞ്ഞു തരുന്ന സംഭവമാണ്. എരുമേലി വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോട്ടലുകളിൽ വൃത്തിഹീനത മൂലം ഈച്ച ശല്യം ഭയങ്കരമുണ്ട്. അവിടെ ഒരു ഈച്ചയെ പോലും കാണാനില്ല ഈ ഹോട്ടലിൽ. അപ്പോൾ വൃത്തിയായിട്ട് നടത്തണമെങ്കിൽ കേവലം 2 മാസത്തേക്കാണ്. നന്നായിട്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും അത് കൊടുക്കുന്നത് വൃത്തിയായിരിക്കണമുണ്ട്. ഏതാണ്ട് 10, 12, 14 വിഭവങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നു. അതുപോലെ ഹോട്ടലിലെ ഓരോ പാത്രവും 5 തവണയാണ്. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ സംഭവം, അവിടുത്തെ പാത്രങ്ങൾ കഴുകുന്ന 5 തവണയാണ്. ആദ്യം സോപ്പ് ലായനി, അത് കഴിഞ്ഞ് പിന്നെ ക്ലീൻ ചെയ്യുന്നു, പിന്നെ ചൂടാക്കുന്നു, അങ്ങനെയാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അത്രമാത്രം വൃത്തിയുള്ള ഒരു പ്രസ്ഥാനം എനിക്ക് തോന്നുന്നു എരുമേലിൻ്റെ സ്ഥിര ഹോട്ടലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് ആ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമ്മൾ സ്റ്റീമിലാണ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. ഈച്ച, മറ്റുള്ള ശല്യങ്ങൾ ഇവിടെ ഇല്ല. എല്ലാ സാധനങ്ങളും 24 മണിക്കൂറും ചൂടായിരിക്കും. ഒരു സാധനം പോലും കേടാകാനുള്ള അവസരം ഇവിടെ ഉണ്ടായിരിക്കില്ല. പിന്നെ എല്ലാ മെഷീനറികളും ഉണ്ട്. ഉരുളക്കിഴങ്ങ് തൊലി പൊളിക്കുന്നതിന് വേണ്ടി, ചിരണ്ടുന്നതിന് വേണ്ടിയുള്ള മെഷീന്, തേങ്ങ അരയ്ക്കുന്നതിനുള്ള ഏറ്റവും പുതിയ മോഡൽ മെഷീന്, പച്ചക്കറി വെജിറ്റബിൾ കട്ടർ, മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ അരി 20 മിനിറ്റ് കൊണ്ട് വേവുന്നത് ശരിയാണ്? അരി 12 മിനിറ്റ് മതി വേവാൻ. വെള്ളം തിളച്ചാൽ 12ാമത്തെ മിനിറ്റിൽ ചോറായിരിക്കും. സ്റ്റീമെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ കുക്കറിനേക്കാൾ പവറിലാണ് അതിനകത്ത് സ്റ്റീം വരുന്നത്. സ്റ്റീമിൻ്റെ പവറിൽ 12 മിനിറ്റിനുള്ളിൽ ചോറ് വേവും. ഒരു സ്വാമി ഇരുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത അരിയിട്ട് ചോറ് കൊടുക്കാനുള്ള സാധിക്കും. ആ ഒരു സ്റ്റീമിൽ നമുക്ക് സാമ്പാർ 120 ലിറ്റർ വീതം കിട്ടുന്ന സാമ്പാറിന് 2 ഉണ്ടാവുണ്ട്. അതുപോലെ കിഴങ്ങേറിക്കുള്ള ഉണ്ടാവുക, പിന്നെ ഗ്രീൻ പീസ്, പരിപ്പ്, ഇതെല്ലാം ഒരേ സമയം വേവും. അതപ്പോൾ 260 ഇഡലി ഒരേ സമയം നമുക്ക് വെന്തെടുക്കാം. 260, അതായത് ഒരു 5 മിനിറ്റ് കൊണ്ട് 260 ഇഡലി നമുക്ക് വെന്തെടുക്കാം. അതെ, കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാതെ ഈ ഒരു ദിവസം ഏകദേശം എത്ര ആൾ വരും? ചോദിക്കുന്നത് ശരിയല്ല, നിങ്ങളുടെ ബിസിനസ് താല്പര്യമാണ്. ദിവസം ഏകദേശം ഇപ്പോഴത്തെ വളരെ മോശമായ കാലാവസ്ഥയാണ് ഇപ്പോൾ. അയ്യന്മാരുടെ വരവ് വളരെ കുറവാണെങ്കിൽ പോലും ഡെയിലി ഒരു
ഒരു 500 പേര് ഏറ്റവും കുറഞ്ഞ അതായത് വർഷങ്ങളായിട്ട് നമ്മളെ പരിചയമുള്ളവർ ഇവിടെ തന്നെ വരത്തുള്ളൂ. ഒരു പ്രാവശ്യം വരുന്നവർ അടുത്ത പ്രാവശ്യം ഇവിടെ തന്നെ വരും. നമുക്ക് ഈ മസാല ദോശ എൻഡിങ് ഓഫീസിൽ 80 രൂപ റേറ്റാണ്. ആ റേറ്റിന് കൊടുത്തെങ്കിലേ മുതലാകത്തുള്ളൂ. അവിടെ 80 രൂപയ്ക്ക് കൊടുക്കാം. നമ്മൾ എരുമേലിയിൽ 52 രൂപയ്ക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ 52 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ സർക്കാർ കളക്ടർ ഓർഡറാണ്. കളക്ടറോ അല്ലെ സർക്കാരോ നമുക്ക് സബ്സിഡി ഇനത്തിൽ അരിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ സവോളയോ തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന 52 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ 80 രൂപയ്ക്ക് എൻഡിങ് ഓഫീസിൽ കൊടുക്കുന്ന ആ റേറ്റ് തന്നെ നമുക്ക് കിട്ടാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നമുക്കിവിടെ സ്വാമിമാർക്ക്, തമിഴ്നാട്ടിലെ സ്വാമിമാർക്ക്, ആന്ധ്രാക്കാർ സ്വാമിമാർക്ക് ഏറ്റവും കൂടുതൽ അവർ കഴിക്കുന്ന ഇഡ്ഡലിയാണ്. ഇഡ്ഡലി, ദോശ, പൂരി, പൊറോട്ട, ചപ്പാത്തി, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ആണിയൻ ഊത്തപ്പം, പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഗോബി നൂഡിൽസ്, മഷ്റൂം റൈസ്, പനീർ മട്ടർ മസാല, അങ്ങനെ ചൈനീസ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ട്.